പക്ഷേ നമ്മൾ ഏത് മതവിശ്വാസിയായാലും ആ മതവിശ്വാസത്തിന് മറ്റൊരാൾ ആ വിശ്വാസത്തെ ആദരവ് നൽകുമ്പോൾ അതൊരു വലിയ മഹത്തരമായ ഒന്നായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. എൻ്റെ വിശ്വാസം നിലനിൽക്കെ തന്നെ മറ്റുള്ള ഒരാളുടെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുമ്പോൾ അതിനാണല്ലോ നമ്മൾ ഒരു മതസൗഹാർദ്ദം എന്നൊക്കെ നമ്മൾ നല്ല മലയാളത്തിൽ പറയാം. അങ്ങനെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന, മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന ചരിത്രത്തിലുടനീളം അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. രാജ്യങ്ങൾ അങ്ങനെ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ UAE പോയാൽ UAE അവിടെ ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അവിടെ ആ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ ആദ്യം അവിടുത്തെ കിങ്ങിന് കുർബാന അർപ്പിച്ചുകൊണ്ടാണ്, ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് കുർബാന തുടങ്ങുന്നത്. പല രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ക്ഷേത്രങ്ങളുണ്ട്, ഒക്കെയുണ്ട്. നമ്മളിപ്പോൾ പുതിയൊരു കൗതുകമുള്ള, എന്നാൽ അത് അവിടെ നിലവിൽ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുള്ള രാജ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇറാനിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമുക്കത് വലിയ ഒരു കൗതുകകരമായ കാര്യമായിട്ട് തോന്നും. ഇറാനിലോ എന്ന് ചോദിക്കും. അവിടെ ഇപ്പോൾ ഈ കൗതുകം ഉണ്ടാക്കാൻ കാരണം ടെഹ്റാനിലെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര് പരിശുദ്ധ മറിയം എന്നാണ് നൽകിയിരിക്കുന്നത്. അത് അവിടെ ആയതുകൊണ്ട്, ടെഹ്റാനിലായതുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും ഒരു അത്ഭുതമുണ്ടാക്കുന്ന വാർത്തയാണ്. ഇതിനെ എങ്ങനെയാണ് മാഷ് നോക്കിക്കാണുന്നത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ സെൻറ്റ് മേരീസ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഒരു വാർത്തയാണ്. സത്യത്തിൽ 79 മുമ്പുള്ള ഇറാനാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വാർത്തയല്ല. 79 മുമ്പുള്ള ഇറാൻ എന്ന് പറഞ്ഞാൽ പഴയ പേർഷ്യയാണ്. അത് മാത്രമല്ല ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ഷിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ലോകത്തിൽ ഈ പറഞ്ഞ ഒരു സർവ്വമതങ്ങളോടും സൗഹാർദ്ദമുള്ള ഒരു വിശ്വാസധാരയുമാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് 79 ഈ വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണമായ ഒരു ഇസ്ലാമിക വിപ്ലവം എന്നാണല്ലോ പറയുക. ഇസ്ലാമികമായ ശരീഅത്തും ഇസ്ലാമികമായ ഭരണക്രമവും അതിൻ്റെ റിജിഡിറ്റിയും അതിൻ്റെ ഭീകരതയും ഒക്കെ വന്നു കഴിഞ്ഞൊരു രാജ്യമാണ്. ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു വലിയ മഹത്തായ ഒരു പാരമ്പര്യം, ഒരു സംസ്കാരം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഒരു കാലത്ത് വലിയ സംസ്കാരമല്ല. അതാണ് ഈ ഷാ പഹ്ലവിമാരുടെ ഭരണമായിരുന്നല്ലോ അവിടെ. ഈ ആ ഭരണം എന്ന് പറയുന്നത് നല്ല പാരമ്പര്യമുള്ള, പേർഷ്യ എന്ന് പറഞ്ഞാൽ കൾച്ചറിൻ്റെ എല്ലാം നമ്മളിപ്പോൾ പറയുന്ന, ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ കൾച്ചറും പേർഷ്യയുടെ നിന്ന് വന്നതാണ്. ഈവൻ ആര്യൻസ് പോലും, ഇറാനുമായിട്ട് ബന്ധം, ഇറാനിൽ നിന്നാണ് ആര്യൻസ് വന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ഈ സിവിലൈസേഷനൊക്കെ വന്ന ഒരു ഭൂമിയാണല്ലോ ഇറാൻ. അതുകൊണ്ട് ഇറാന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യക്ക് സമാന്തരമായിട്ടൊരു പുരാതന സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിലേക്ക് ഈ ഇറാനിയൻസ് അല്ലെങ്കിൽ ആര്യൻസ്, പുരാതനമായ ആര്യൻസ്, ഇസ്ലാമൊന്നും ഉണ്ടായതിനു ശേഷമുള്ള കാര്യമല്ല കേട്ടോ, അതിനു മുമ്പുള്ള ഒരു സംസ്കാരത്തിൻ്റെ കൂടിച്ചേരലാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടായെന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. എന്തായാലും പുരാതനമായ സംസ്കാരമുണ്ട് അവിടെ. എല്ലാവരോടും സൗഹൃദവും എന്താ പറയുക, ഈ സഹിഷ്ണുതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇറാൻ വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചിത്രം മാറി. ഇപ്പോൾ ഈ അവിടുത്തെ രാജാക്കന്മാരോടുള്ള വിരോധം, ആ രാജാക്കന്മാർ അമേരിക്കയുടെ അടിമകളാണ് എന്ന ആരോപണം, അതുകൊണ്ട് അതുവഴി അമേരിക്കൻ വിരോധം, പിന്നെ അവർക്ക് സമ്പന്നമായ എണ്ണയുണ്ടായിരുന്നു, അത് സമർത്ഥമായി ചൂഷണം ചെയ്തു കൊണ്ടുപോകാനുള്ള ആഗോള അജണ്ട, ഇതെല്ലാം കൂടി ചേർന്നാണ് പുതിയ ഇറാൻ ഉണ്ടായത്. 79 വിപ്ലവം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ അധികാരത്തിൽ വന്നത് സമ്പൂർണ്ണമായൊരു മതരാഷ്ട്രമാണ്. ഇപ്പോൾ ലോകത്തിലിപ്പോൾ എവിടെയാണ് ഇസ്ലാമിക രാഷ്ട്രം ഉള്ളത് എന്ന് ചോദിച്ചാൽ ആളുകൾ കാണിക്കുന്ന ഒരേ ഒരു ഉദാഹരണമായിരുന്നു ഇറാൻ. പക്ഷേ ഇറാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചു. ഒരു 50 കൊല്ലം ആയില്ലല്ലോ 79 നിന്ന് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു എത്രയായി, 40-45 കൊല്ലമായിരുന്നു. അതിനുള്ളിൽ അവരൊരുപാട് പഠിച്ചു, ഒരുപാട് മാറി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതിലിപ്പോൾ വന്നിരിക്കുന്നത് ഇറാനിൽ മെട്രോ സ്റ്റേഷൻ, അത് ആദ്യമാണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ഇറാൻ എത്ര സ്നേഹം, സൗഹൃദം എന്നൊക്കെ പറഞ്ഞാലും ഈ സെമിറ്റിക് മതങ്ങൾ തമ്മിലുള്ള ശത്രുതയുണ്ട്. അത് ഭീകരമാണ്. മൗലികമായി തന്നെ, ആശയപരമായി തന്നെ വിരോധമുണ്ട്. ഇസ്ലാമിനകത്തെ പ്രത്യയശാസ്ത്രപരമായി തന്നെ ദുർവ്യാഖ്യാനമാണെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ, നല്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയോടും ജൂതമതത്തോടും 3 സെമിറ്റിക് മതങ്ങൾ തമ്മിൽ അകത്ത് വിരോധമുണ്ട്. അത് ചരിത്രത്തിലെ ചില സന്ദർഭങ്ങളിൽ വന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകളെ, ഖുർആൻ വാക്യങ്ങളെ, ഹദീസുകളെ ഒക്കെ എടുത്തുകൊണ്ട് അത് കലാകാലത്തേക്കും കലാപം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ
ജൂതന്മാരുമായിട്ടൊരു യുദ്ധമുണ്ടായിരുന്ന ഘട്ടത്തിൽ ജൂതന്മാരെ കണ്ടാൽ സൂക്ഷിക്കണം, കാണുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു പ്രസ്താവന വന്നു എന്ന് വിചാരിച്ചോളൂ. അത് ആ കോണ്ടസ്റ്റിൽ മാത്രം ബാധകമാണ്. കോണ്ടസ്റ്റിൽ നിന്ന് എടുത്തിട്ട് ജൂതന്മാരെ കണ്ടാൽ കൊല്ലണം, സൂക്ഷിക്കണം, അവനെ കരുതിയിരിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും പോലെയല്ല, പഴയ കാലത്തും പുതിയ കാലത്തും ഈ സെമിറ്റിക് മതങ്ങൾ ഒരേ കുടുംബമാണ്, എബ്രഹാമി മതങ്ങളാണ്, യഥാർത്ഥത്തിൽ ബ്രദേഴ്സാണ്. പക്ഷെ അവർ തമ്മിലാണ് ഏറ്റവും വലിയ ശത്രുതയായിട്ടുള്ളത്. ആര് തമ്മിലാണ് നൂറ്റാണ്ട് നീണ്ട കുരിശുയുദ്ധം ഉണ്ടായത്? ക്രിസ്ത്യാനിറ്റി ഇസ്ലാമും തമ്മിലാണ് ആണ്. ആലോചിച്ച് നോക്കൂ. ഇനി വേറൊരു കാര്യം കൂടി അതിന് ചേർത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ സെമിറ്റിക് മതങ്ങളിലെ ആദ്യത്തെ മതമാണ് ജൂതായിസം. ആ മതത്തിലും വംശത്തിലും പിറന്നു എന്ന ഒറ്റ കാരണത്തിനാണ് കത്തോലിക്ക ക്രിസ്ത്യാനിയായ ഹിറ്റ്ലർ ഏറ്റവും വലിയ സത്യം പറഞ്ഞാൽ ജൂതന്മാർക്കെതിരെ ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്ന് റോമാ സാമ്രാജ്യമാണ് നടത്തിയത്. കാരണം അത് ക്രിസ്ത്യൻ സാമ്രാജ്യമാണ്. ജൂതന്മാർക്കെതിരെ കൂട്ടക്കൊല നടത്താൻ എന്താ കാരണം? യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് എന്ന ആരോപണം വന്നു. യേശു അതുകൊണ്ടാണ്. അപ്പോൾ അവർ തമ്മിലാണ്. ഇപ്പോൾ ആദ്യമുണ്ടായ മതം ജൂതായിസമാണ്, ക്രിസ്ത്യാനിറ്റി, മോസസിൻ്റെ മതം. മോസസിൻ്റെ നാടാണ് ഇപ്പോൾ ഇന്നത്തെ ഫലസ്തീൻ. ഇതിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണല്ലോ ജെറൂസലേം. ഫലസ്തീനിലാണ് മോസസ് പിറന്നത്. അവിടെ തന്നെയാണ് യേശു പിറന്നത്. പിന്നെ ആ യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് എന്ന ആരോപണം വന്നതോടുകൂടി ക്രിസ്ത്യാനിറ്റി ജൂതന്മാർക്ക് വലിയ തോതിൽ ജൂതവേട്ട, റോമാ സാമ്രാജ്യം വലിയ തോതിൽ വേട്ട നടത്തിയിരുന്നു. ജെറൂസലേമിലെ പള്ളി കത്തിക്കുന്നു എന്ന വലിയ തോതിൽ. അത് ഒന്നാം ഘട്ടം. മൂന്നാം ഘട്ടത്തിൽ വരുന്നപ്പോൾ ഈ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ ശത്രുത. മൂന്നാം ഘട്ടം ഇസ്ലാം വരുന്നു. ഇസ്ലാം വന്നപ്പോൾ ഈ രണ്ട് മതങ്ങളോടുള്ള യഹൂദി നസാറ, യഹൂദികളോടും നസറാക്കളോടും ഉള്ള ശത്രുത ഇസ്ലാമിൻ്റെ തന്നെ അന്തർധാരയിലുണ്ട്. അത് ബേസിക്കലി അത് ദൈവികമല്ല, അത് ഈ പുരോഹിതന്മാരുടെ വ്യാഖ്യാനത്തിലൊക്കെ വന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഈ മൂന്നും ഒരു കുടുംബമാണ്. എബ്രഹാമാണ് മൂന്ന് കൂട്ടരുടെയും മുത്തച്ഛൻ. അപ്പോൾ എബ്രഹാമിന്റെ മക്കളാണ് ഇവരൊക്കെ. ഇസ്ഹാക്കും ഇസ്മായിലും രണ്ട് വഴിക്ക് തിരിഞ്ഞതാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഉണ്ടാവാൻ കാരണം. അപ്പോൾ അങ്ങനെയാണ് ആവേണ്ടിയിരുന്നത്. പക്ഷെ ഫലത്തിൽ അങ്ങനെയല്ല. കുരിശുയുദ്ധം ഉണ്ടായത് ഇവർ തമ്മിലാണ്, ഇസ്ലാമും ക്രിസ്ത്യാനും. ഈ ജൂതവേട്ട നടന്നത് ക്രിസ്ത്യാനിറ്റി ജൂതന്മാരെ വേട്ടയാടി. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ കുരിശുയുദ്ധം നടന്നു. ഇനി വേറൊന്നുകൂടി ഓർത്തോളൂ. നമ്മൾ പുതിയ കാലത്ത് ഹിറ്റ്ലർ, കത്തോലിക്ക ക്രിസ്ത്യാനിയായ ഹിറ്റ്ലറാണ് ജർമ്മനിയിലെ 65 ലക്ഷം ജൂതന്മാരെ ഹോളോകാസ്റ്റ് നടത്തിയത്. ആ ഹോളോകാസ്റ്റ് നടത്തുമ്പോൾ ഇസ്ലാം എവിടെയായിരുന്നു അറിയോ? ജർമ്മനിയിലെ ഇസ്ലാം ഹിറ്റ്ലറുടെ കൂടെ നിന്നിട്ട് ജൂതന്മാരെ വേട്ടയാടി. ഇസ്ലാമിക് റെജിമെന്റ് ഉണ്ടാക്കി. ആർക്ക്? നാസി ഇസ്ലാമിക് റെജിമെന്റ്. എങ്ങനെയുണ്ട് ആലോചിച്ചു. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ശത്രുത ചരിത്രത്തിലുടനീളമുണ്ട്. ലേറ്റസ്റ്റ് ഏറ്റവും ഒടുവിലത്തേത് എന്താ? ഏറ്റവും ഒടുവിലത്തേത് നമ്മളിപ്പോൾ ഇവർ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ എന്ന സാധനം ഉണ്ടല്ലോ, അതിവിടെ RSS ഉണ്ടാക്കിയൊന്നുമല്ല. ആളുകളുടെ വെറുതെ ഒരു ധാരണ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ധാരണ ഇതെന്തോ മോദി വന്നപ്പോൾ ഉണ്ടായൊരു സാധനം എന്നാ. അല്ല, അത് അമേരിക്കയിൽ ബുഷ് ഉണ്ടാക്കിയൊരു സാധനമാണ്. അമേരിക്കൻ ബുദ്ധിജീവികളുടെ ഒരു പ്രോഡക്റ്റാണത്. 93 എൻ്റെ ഓർമ്മ. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. സാമുവൽ പി ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബുദ്ധിജീവി. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ്. ആ പുസ്തകം വന്നതിൻ്റെ കാര്യം എന്താണ്? സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയനെ തകർത്ത് കളഞ്ഞു. സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ഇനി അവർ പറഞ്ഞത് ഈ ശീതസമരം ഇല്ല. ശീതസമരം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നെ യുദ്ധം ഉണ്ടായിട്ടില്ല, വലിയ യുദ്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് യുദ്ധം ഉണ്ടാവാത്തത്? രണ്ടു കൂട്ടരും അതിശക്തമായി യുദ്ധത്തിന് തയ്യാറെടുത്തുന്നതുകൊണ്ടാണ്. ഏതു നേരത്തും പൊട്ടാവുന്ന ബോംബുകൾ സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തും അമേരിക്കൻ പക്ഷത്തും ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതിനാണ് കോൾഡ് വാർ എന്ന് പറയാം. ഏതു നേരത്തും പൊട്ടാവുന്ന യുദ്ധം, ശീതസമരം. അത് കഴിഞ്ഞ് ആ ഒരു പീരീഡ് കഴിഞ്ഞ് വരികയാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നു. പിന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നാൽ പിന്നെ യുദ്ധവും ഇല്ല, ശീതയുദ്ധവും ഇല്ല. 92 ശേഷം വന്ന ഒരു ചിന്തയാണ്, ഇനി അങ്ങോട്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കാൻ സ്കോപ്പില്ല. അപ്പോൾ പിന്നെ യുദ്ധം ഉണ്ടാവുക സംസ്കാരങ്ങൾ തമ്മിലാണ്. അതാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതേതായി ഈ രണ്ട് സംസ്കാരം? ലോകത്തിലെ ഏറ്റവും ഹീനമായ സംസ്കാരമാണ് ഇസ്ലാം, മോശം സംസ്കാരമാണ്. ആ സംസ്കാരവും ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരമായ ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ യുദ്ധം ഉണ്ടാകുമെന്ന് ഒരു സിദ്ധാന്തം ഉണ്ടാവുകയാണ്. അതാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ. അതുണ്ടാക്കിയതാണ്. എന്താ കാര്യം? ബുഷ് ഓർമ്മയില്ലേ? ബുഷ് ഒന്നാമൻ, സീനിയർ ബുഷ് പറഞ്ഞു, ഞങ്ങൾ ഒരു രണ്ടാം കുരിശുയുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അപ്പോഴാണ് ബിൻ ലാദൻ തിരിച്ചു പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ഞങ്ങൾ ജിഹാദിന് ഒരുങ്ങുന്നു. അങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ വാക്കാന്നല്ല, അത് 90s, ലോങ് ബാക്ക് ടു 90s. ഇസ്ലാമോഫോബിയ സത്യം പറഞ്ഞാൽ പടിഞ്ഞാറിൻ്റെ പ്രോഡക്റ്റാണ്. ലോകത്തിലെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ RSS അതിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല.
ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ആഗോളതലത്തിൽ ഉടലെടുത്ത ഒരു ശത്രുതയുടെ പേരാണ് ഇസ്ലാമോഫോബിയ. അത് ഉണ്ടാക്കിയത് അമേരിക്കയാണ്. ഇപ്പോഴത്തെ ഒരു ചിത്രത്തിൽ ഞാൻ കാണുന്ന ഒരു അത്ഭുതകരമായ ഒരു വസ്തുത ഏതാണ്, അത് അവസാനിക്കുന്നു. ഇസ്ലാമോഫോബിയയിൽ ഒരു ഭാഗത്ത് നിന്ന രാജ്യമാണ് ഇറാൻ. ഇസ്ലാമിൻ്റെ വലിയ പോരാളിയായി, വാരിയറായി ഇസ്ലാമിന് വേണ്ടി പൊരുതാൻ നിന്ന രാജ്യം സൗദി അറേബ്യ പോലും നിന്നിട്ടില്ല. സൗദി അറേബ്യക്ക് അവരുടെ കച്ചവടവും അവരുടെ ആഡംബരവും അവരുടെ സുഖലോലുപത ഉണ്ടായിരുന്നു. ഇറാൻ അങ്ങനെയല്ല. വാരിയേഴ്സ് ആയിട്ട് ഇറങ്ങിയിട്ട് ഇസ്ലാമിന് ഞാനാണ് നായകൻ, ഞാനാണ് പോരാളി എന്ന് പറഞ്ഞ് ഇറങ്ങിയ രാജ്യമാണ് ഇറാൻ. അമേരിക്ക അപ്പുറത്തും ലോകത്തിലെ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഇനി ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത കൂടുന്തോറും ഇസ്ലാമോഫോബിയ കൂടി വന്നു. ഇപ്പോഴത്തെ ചിത്രം എന്താണെന്നറിയോ? അമേരിക്കക്കും ഇപ്പോൾ ഇറാനോട് വലിയ വഴക്കില്ല. എന്നാൽ അമേരിക്ക ഉണ്ടാക്കിയ ഇസ്ലാമോഫോബിയ എന്ന മുറിവ് ഉണക്കാൻ മറ്റൊരു ക്രിസ്തു രാജ്യം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അത് റഷ്യയാണ്. റഷ്യയിൽ 50% ക്രിസ്ത്യാനികളാണ്. അമേരിക്കൻ ക്രിസ്ത്യാനികളെ പോലെയൊന്നുമല്ല. അമേരിക്കൻ ക്രിസ്ത്യാനികളെക്കാൾ യാഥാസ്ഥികരായ ഓർത്തഡോക്സ് ചർച്ചാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അമേരിക്കൻ ക്രിസ്ത്യാനി അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടാക്കിയ ഈ ഇസ്ലാമോഫോബിയ ഇപ്പോൾ റഷ്യ മുൻകൈയെടുത്ത് തീർക്കുന്നു. അതിൻ്റെ കൂടി സൂചനയാണത്. അല്ലാതെ സെന്റ് മേരി സ്റ്റേഷൻ എന്ന് ഇറാൻ അങ്ങനെ സാംസ്കാരിക ബൈപ്പാസാണ്, അപാരമായ ബൈപ്പാസാണ്. ഇതിന് അത്ര പ്രാധാന്യമാണ്. നമ്മളിപ്പോൾ ഇറാനിലെ ടെഹ്റാനിലെ മെട്രോക്ക്, ഇപ്പോൾ കൊച്ചി മെട്രോയിലെ ഏതെങ്കിലും സ്റ്റേഷന് മുഹമ്മദ് നബിയുടെ പേര് കൊടുക്കും പോലെ അല്ല. അത് ഇവിടെ സാധ്യമാണ്, വേണമെങ്കിൽ ഗവൺമെൻറ് തീരുമാനം ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇറാൻ അത് ചെയ്യുമ്പോൾ അതിനൊരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്, അമ്പിച്ച പ്രാധാന്യമുണ്ട്. ഒന്ന്, ഞാൻ കാണുന്ന ആഹ്ലാദകരമായൊരു അന്തരീക്ഷം ഇറാൻ കുറെ കൂടി ലിബറൽ ആവുന്നു എന്നുള്ളതല്ല. ഇറാൻ ലിബറൽ പറ്റുമായിരുന്നു. ഇറാൻ അമേരിക്കയെ ഉപരോധിക്കാനും ആ രാജ്യത്തെ ഒരുമിച്ച് നിർത്താനും അവരെ മിലിറ്റൻ്റ് ആക്കാനും ഒക്കെയുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചതാണ് ഇസ്ലാമിക് റവല്യൂഷൻ. ഇപ്പോൾ അവർ ലിബറൽ ആകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമോഫോബിയയുടെ ഒരു ചരിത്രഘട്ടം തീരുകയാണ്, അവസാനിക്കുകയാണ്. അതിൻ്റെ മുൻകൈയാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറാനിൽ പള്ളി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ക്ഷേത്രം വരുന്നു, അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദു ക്ഷേത്രം വരുന്നു എന്ന് പറയുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ്, വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മാത്രമേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ മദർ മേരി എന്ന് പറയുന്നത് മറിയം എന്ന പേരിലുണ്ട് ആണല്ലോ. അതിപ്പോൾ ഏതപ്പോൾ ഇസ്ലാമിന് മുഹമ്മദ് നബിയെ പോലെ പ്രിയപ്പെട്ട പ്രവാചകനാണ് ഈസാ നബി ആണല്ലോ യേശു. അത്ര തന്നെ പ്രിയപ്പെട്ട പ്രവാചകനാണ് മോസസ് അഥവാ മൂസാ നബി. പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ? ഏട്ടിലുണ്ടായിട്ട് എന്താ കാര്യം? ഫലത്തിൽ ഇവർ തമ്മിൽ ശത്രുക്കളല്ലേ? ഒരു ഇസ്രായേൽ എന്ന നാട് ആലോചിച്ച് നോക്കൂ. ഈ 3 കൂട്ടരുടെയും പ്രിയപ്പെട്ട നാടാണല്ലോ ഇസ്രായേൽ. ജെറൂസലേമിലെ ബൈത്തുൽ മുഖദ്ദസ്. ഇപ്പൊ ഇതിന് പേര് അങ്ങനെയാണ്. തെഹ്റാനിലെ ഇതിന്റെ പേര് മറിയമേ മുഖദ്ദസ് എന്നാണ്. വിശുദ്ധ മറിയം. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ പള്ളി എന്നാണ്, വിശുദ്ധ ദേവാലയം എന്നാണ്, വിശുദ്ധ ഗഹനം, വിശുദ്ധ എന്താ പറയുക വീട്, വിശുദ്ധ ഭവനം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ പ്രശ്നം തീരണ്ടേ? ഈ 3 സെമിറ്റിക് മതങ്ങളും തീരുമാനിച്ചാൽ തമ്മിൽ അടിക്കാനാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിലൊക്കെ ആ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഈ മൂവ്മെന്റ് നല്ല മുസ്ലിങ്ങളെയും നല്ല ക്രിസ്ത്യാനികളെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ എന്നോ സാധിക്കേണ്ടതല്ലേ സാറേ? എന്നോ സാധിക്കേണ്ടത്, കാരണമാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വലിയ വമ്പന്മാർ ഇതിന് വലിയ പോരാളികളായിട്ട് ഇറക്കിയിട്ട് ഇറാനിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ, ഇറാനിലേക്ക് നോക്കുമ്പോൾ അവിടെ കന്യാമറിയത്തിനും ആദരവ് കൊടുക്കുന്ന ഒരു നാട്. ഇപ്പോൾ പടിഞ്ഞാറോട്ട് അറേബ്യയിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ മാറേണ്ടതുണ്ട്. ഇപ്പോൾ UAE മാത്രമേ മാറിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു നല്ല ഉറപ്പാണ് സൗദി അറേബ്യയിലും ഇനി ചർച്ചുകളും ടെമ്പിളുകളും ഒക്കെ വരും. അങ്ങനെ വന്നു തുടങ്ങിയാൽ ഇവർ ഈ തെറ്റായ മാതൃകകൾ തെറ്റിദ്ധരിക്കുകയാണ്. അറേബ്യയിൽ നിന്ന് ചോര നീരാക്കി പണിയെടുത്തിട്ട് കൊണ്ടുവരുന്ന റിയാല് കൊണ്ട് നാട് നന്നാക്കിക്കോട്ടെ. അറേബ്യയിലെ ഏകമത സംസ്കാരം നമ്മൾ കൊണ്ടുവരണ്ട. അതെ, ഇവിടെ 3,60,04,000 ദൈവങ്ങളുടെ രാജ്യത്തിലാണ് നമ്മൾ. ഒരു ദൈവമുള്ള രാജ്യം നമുക്ക് എന്തിനു വേണമെന്ന്? ഇതല്ലേ നമ്മുടെ മാതൃക. അതുകൊണ്ട് ഇന്ത്യൻ മാതൃക ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ കാര്യത്തിലും ഇന്ത്യൻ മാതൃക ലോകം കോപ്പി ചെയ്യാൻ പോവാ. ബഹുത്വം, ബഹുസ്വരത, നാനാത്വത്തിൽ ഏകത്വം. അങ്ങനെ ഉണ്ടല്ലോ. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ദൈവം ഒന്നാണ്, പക്ഷെ പണ്ഡിതന്മാർ അതിന് പല പേരിട്ട് വിളിക്കും. ഈശ്വർ, അല്ല, ഭഗവാൻ, യേശു, എന്ത് പേരിട്ട് വിളിക്കാം. ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, എന്ത് പേരിട്ട് വിളിച്ചാലും ഒന്നാണ്. ഇതാണല്ലോ ഇന്ത്യൻ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് ലോകം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇറാൻ അങ്ങനെ വിളിച്ചിരിക്കുന്നു. ഇറാൻ വിളിച്ചിരിക്കുന്നു. ഇറാൻ ആ ദേവാലയത്തിൽ, ഇറാനിന്റെ മെട്രോയിൽ വിശുദ്ധ മേരിക്ക്
വിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിൽ എന്താണ് ഈ മറിയമേ മുഖദ്ദസ്. ഇതിന് വേറൊരു കാര്യമുണ്ട്, ഇവരൊക്കെ തമ്മിൽ വലിയ സാമ്യമുണ്ട്. ഇപ്പോൾ ഈസാ നബിക്ക് കൊടുക്കുന്ന അംഗീകാരം വളരെ, മുഹമ്മദ് നബി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുൻഗാമിയാണ്, എൻ്റെ നേർക്കുനേരെ മുൻഗാമി, എൻ്റെ നേരെ കാരണവരാണ് യേശു, മുൻഗാമിയാണ്. യേശുവിനെ ആദരിക്കാത്ത ഒരുത്തനും എന്നെ ആദരിക്കേണ്ട. ഇത് വേറൊരു തരത്തിൽ കുറച്ചുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആദി വേദങ്ങൾ ഉണ്ടായത് ഇന്ത്യയിലാണ്, ആദ്യത്തെ പ്രവാചകന്മാരുണ്ടാകുന്നത് ഇന്ത്യയിലാണ്. ഈ ശ്രീ ബുദ്ധനും ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരാണ്. 1,24,000 പ്രവാചകന്മാരുണ്ടെന്ന് ഖുർആൻ ഈ ഇസ്ലാം പറയുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന്മാരുടെ പരമ്പരയിൽ പെട്ടവരാണ് ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും, എല്ലാ മഹാത്മാക്കളും. അവരെ ഒന്നിച്ച് തൊഴുതാൽ തീർന്നില്ലേ സാറേ ഈ കാര്യം? തീർച്ചയായിട്ടും. പിന്നെ എന്തിനാണ് ഈ പള്ളിയുടെയും ചർച്ചിൻ്റെയും ദേവാലയത്തിൻ്റെയും, ഓർമ്മയില്ലേ തുർക്കിയിലെ പള്ളി മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നു, ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നു, ഇവിടെ പള്ളി തകർത്തിട്ട് ക്ഷേത്രം ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് ഒരു മറുപടി, ഏറ്റവും വലിയ മറുപടിയാണ് ഇറാൻ അത് ചോദിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് അത് വലിയ പ്രചോദനമായി തീരും. ആ മെട്രോ സ്റ്റേഷൻ്റെ നിർമ്മിതി പോലും അങ്ങനെയാണ് അത്ര. നിർമ്മിതി പോലും കൃത്യമായിട്ടൊരു ക്രിസ്ത്യൻ പള്ളിയുടെ രൂപമാണ് അതിന്. ഒരു ഇറാനിയൻ ആർട്ടിസ്റ്റാണ് ടീന തരീഖ് മെഹർ ആണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ആകൃതിയാണ്. ഒപ്പം അതിൻ്റെ പുറത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ശില്പങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്. ഒരു വെള്ളരിപ്രാവാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതുപോലെ ഒലീവലയുണ്ട്, അത് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. ഓർക്കിഡ് പുഷ്പങ്ങളുണ്ട്, മറിയമ്മിൻ്റെ പരിശുദ്ധിയുടെ പ്രതീകമാണ്. പർവ്വതത്തിൻ്റെ രൂപമുണ്ട്, അത് യേശു ആരാധിച്ച ഗാൽഗുത്തയുടെ ഒക്കെ ഒരു പ്രതീകമാണ്. അതുപോലെ സ്റ്റേഷൻ്റെ ഭിത്തികളിൽ പേർഷ്യൻ കലാരൂപങ്ങളും ക്രിസ്ത്യൻ കലാരൂപങ്ങളും ഒരുമിച്ച് സമന്വയിപ്പിച്ചു, പേർഷ്യൻ ചിഹ്നങ്ങളും ക്രിസ്ത്യൻ ചിഹ്നങ്ങളും ഒരുമിച്ച് ആ മെട്രോൻ്റെ. അപ്പോൾ ഇത് ഒരു പോകാൻ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇനി ഇറാനിലൊന്ന് പോകണമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇറാൻ ബഹുത്വം വരികയാണല്ലോ, ഇറാൻ കൾച്ചർ വരികയാണ്. ടെഹ്റാന്റെ മേയർ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാതെ, ഇത് ഈ ടെഹ്റാന്റെ മേയർ അലി റസ സക്കാനി പറയുന്നുണ്ട്, ഇതിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ദൈവീക മതങ്ങളുടെ സഹവർത്തിത്വമാണ്. ഇത്ര മനോഹരമായ വാക്യം. എല്ലാ മതങ്ങളും ദൈവത്തിൻ്റെതാണ്. ഭൂമിയിൽ ഒരു ദൈവമേ ഉള്ളൂ, പല പേരിട്ട് വിളിക്കുന്നു, പല മതങ്ങളെന്നേ ഉള്ളൂ. അതിൻ്റെ സഹവർത്തിത്വമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. എന്നിട്ട് അദ്ദേഹം ഖുർആനിലെ ഒരു വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നത് സത്യമാണ്. ഖുർആനിലെ 19-ാം അധ്യായത്തിന് പേര് സൂറത്ത് മറിയം എന്നാണ്. വിശുദ്ധ മേരിയുടെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നു ഇദ്ദേഹം. ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇപ്പോൾ ടെഹ്റാനിലെ പണ്ഡിതന്മാർക്ക്, ഇറാന്റെ നേതാക്കന്മാർക്ക് കഴിഞ്ഞത് ആ ലോകത്തിന് വലിയ മാതൃകയാണ്. ഇതിലൂടെ ലോകത്ത് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ഉണ്ടാകും എന്ന് മാത്രമല്ല, സർവ്വമതങ്ങളുടെയും ഒരു ഐക്യത്തിന് കൂടിയുള്ള കവാടമാണ്. ഈ മെട്രോ സ്റ്റേഷൻ വെറും ഒരു മെട്രോ സ്റ്റേഷൻ അല്ല, ലോകത്തിന്റെ തുറന്ന ആകാശത്തിലേക്കുള്ള ഒരു മെട്രോ ആണ്. മെട്രോയിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ലോകത്തിലെങ്ങുമുള്ള ഇറാനിൽ പോകാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ആളുകൾ ഈ സ്റ്റേഷനിൽ കയറേണ്ടതുണ്ട്. എന്തായാലും ഇറാനിലെ ഈ മെട്രോ സ്റ്റേഷൻ നൽകുന്ന എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത്, ഇറാനിലെ പരിശുദ്ധ മറിയത്തിന് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.